നമസ്തേ, എൻ്റെ പേര് സേതുലക്ഷ്മി. ഞാൻ ഈ വീഡിയോയുമായി ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചാനലുകളിലെല്ലാം വലിയ ചർച്ചയായ ഒരു വിഷയമുണ്ട്. കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിക്കണോ വേണ്ടായോ എന്നുള്ള കാര്യം. അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് പബ്ലിക് സ്കൂളുകളുടെ കാര്യമല്ല പറയുന്നത്. വിദ്യാനികേതൻ്റെ സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിക്കുന്നു. അവരുദ്ദേശിച്ചിരിക്കുന്നത് വ്യാസപൂർണിമയ്ക്ക് കുട്ടികളെ കൊണ്ട് ഗുരുപൂജ ചെയ്യിപ്പിച്ചു എന്നതാണ്. ആ ഗുരുവിനെ പൂജിച്ചു. അതാണ് ഈ രാഷ്ട്രീയ ഒരു ലക്ഷ്യമാക്കി ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഇതിൻ്റെ യഥാർത്ഥ പിന്നിലുള്ള ഇതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം എൻ്റെ കുട്ടിയും ഈ വിദ്യാനികേതനിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. വിദ്യാനികേതൻ എന്ത് മൂല്യമാണോ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത്, അത് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് അവിടെ രക്ഷിതാക്കൾ കുട്ടികളെ വിട്ട് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഭാരതത്തിന് ചില മൂല്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എത്ര തള്ളി പറഞ്ഞാലും ആ മൂല്യങ്ങൾക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് മാനിക്കപ്പെടേണ്ട ഒരുപാട് മൂല്യങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യം നമ്മളെപ്പോലെ മഹത്തരമായ ഒരു രാജ്യത്തെ അടക്കി ഭരിച്ചു എങ്കിൽ നമ്മുടെ സംസ്കാരത്തെ മൂല്യത്തെ എവിടെയൊക്കെയോ നമ്മൾ കളഞ്ഞതിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പം ചാനലുകളിലൊക്കെ പറയുന്നു, 1-2 ചാനലുകളിലൊക്കെ പറയുന്നത് കേട്ടു, ഒരു കൊച്ചുകുട്ടിയെ ആദ്യമേ അവൻ്റെ മനസ്സിലേക്ക് പാദത്തിൽ തൊടാനാണോ പഠിപ്പിക്കേണ്ടതെന്ന്. ഭൂമിയെ വന്ദിക്കാനും പാദത്തിൽ തൊട്ട് കുട്ടി വളരുന്നതിനുമുള്ള ഒരു സംസ്കാരം പഠിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ഓരോ രക്ഷകർത്താക്കളും വിദ്യാനികേതനിലെ കുട്ടികളെ പറഞ്ഞയക്കുന്നത്. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നമാണ് എന്ത്? നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് മുതിർന്നവരെ യാതൊരു ബഹുമാനവും ഇല്ല. നമ്മൾ മുതിർന്നവർ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പേരൻസിനെയൊക്കെ തന്നെ വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും ഉപേക്ഷിക്കുന്ന ഒരു തലമുറയാണ്. അതുപോലൊരു തലമുറ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പ്രവൃത്തികൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മളെപ്പോലുള്ള ഓരോരുത്തരും മനസ്സിലാക്കണം. ഗുരുവിനെ പൂജിക്കുന്ന, നിനക്ക് വിദ്യ പറഞ്ഞു തരുന്ന ആരോ, അല്ല നിനക്ക് ഇൻസ്പയറായ ആരോ അവരെ പൂജിക്കുക. ഒരാളുടെ പാദത്തിൽ തൊടുന്നത് അത്ര മോശകരമായ കാര്യമാണോ? ഈ ഗുരുപൂർണിമയോടനുബന്ധിച്ച് ഗുരുപൂജ മാത്രമല്ല വിദ്യാനികേതൻ്റെ സ്കൂളുകളിൽ പിന്തുടരുന്നത്. മാതൃപൂജയുണ്ട്, നാരീപൂജയുണ്ട്. ഇങ്ങനെയുള്ള പൂജകളൊക്കെ ഓരോ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അത് 1-2 സ്കൂളുകളിൽ മാത്രമല്ല, വിദ്യാനികേതൻ്റെ എല്ലാ സ്കൂളുകളിലും ഇതുപോലെയുള്ള കാര്യപരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ രക്ഷിതാവും തൻ്റെ കുഞ്ഞിനെ അവിടെ വിടുന്നത്. ഇല്ലെങ്കിൽ സാധാരണ അല്ലാതെ ഒരു സ്കൂളിൽ ഈ സംസ്കാരം ഒന്നും പഠിക്കേണ്ട, സാധാരണ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം മാത്രം പഠിച്ചാൽ മതി എങ്കിൽ സാധാരണ ഒരു സ്കൂളിൽ വിടേണ്ട ആവശ്യകതയുള്ളൂ. മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് ഉറച്ച ബോധ്യമുള്ള രക്ഷകർത്താക്കളാണ് തങ്ങളുടെ കുട്ടികളെ വിദ്യാനികേതൻ്റെ സ്കൂളിൽ വിടുന്നത്. ഇതാണ് ഒരു സാധാരണ അമ്മ എന്ന നിലയിൽ, വിദ്യാനികേതനിൽ കുട്ടിയെ വിട്ട് പഠിപ്പിക്കുന്ന ഒരു രക്ഷകർത്താവ് എന്ന നിലയിലുള്ള എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമുക്ക് ഈ ആഘോഷങ്ങൾ മാത്രമല്ല, നമ്മുടെ പിള്ളാരോണം പോലെയുള്ള ആഘോഷങ്ങൾ, അതും നമ്മുടെ കേരളീയരുടെ സംസ്കൃതി മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ മലയാള മാസങ്ങളെല്ലാം അവരെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് നൈതികം എന്ന് പറഞ്ഞ ഒരു സിലബസിലല്ലാത്ത ഒരു പുസ്തകം തന്നെ പഠിക്കാനുണ്ട്. അതിലൂടെ എന്താ പഠിപ്പിക്കുന്നത്? അവിടെ ദൈവം ഇന്നതാണ് എന്നൊന്നും മാത്രമല്ല പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ രക്ഷകർത്താവിനെ എങ്ങനെ നിങ്ങൾക്ക് സഹായിക്കാം, വീട്ടിലെ ജോലികളെല്ലാം കുട്ടികളും കൂടി ചെയ്യേണ്ടതാണ്. നമ്മുടെ എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ അച്ചടക്കമുള്ള ഒരു സമ്പ്രദായമാണ് കുടുംബം എന്നതാണ് ആ പുസ്തകത്തിലൂടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള രക്ഷകർത്താക്കൾക്ക് ഹിറ്റ്ലറേയും മുസോളിനിയെയും പോലെയുള്ള പിൻതലമുറക്കാരെ അല്ല ആവശ്യം. ശങ്കരാചാര്യരെയും വിവേകാനന്ദനെയും പോലെയുള്ള പിൻതലമുറക്കാരെയാണ് ആവശ്യം. അങ്ങനെ ആവശ്യമുള്ളവർ അങ്ങനെയുള്ള ഒരു തലമുറയെ വാർത്തെടുത്തോട്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരുവിധ നഷ്ടവും ഇല്ലല്ലോ. മറ്റുള്ളവൻ്റെ ഒരു രീതിയിലും മറ്റുള്ളവർക്ക് ദോഷകരമായ ഒരു കാര്യവും അല്ലല്ലോ കുഞ്ഞിനെയും കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഒരു മുതിർന്ന ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്നു. അതിലൂടെ എന്ത് നഷ്ടമാണ് ആർക്കാണ് ഉണ്ടാവേണ്ടത്? ഭാരതീയൻ്റെ സംസ്കാരം അനുസരിച്ച് അവിടെ പഠിപ്പിക്കുന്ന കാര്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നീ മാത്രം സുഖം അനുഭവിക്കണമെന്നല്ല, നിൻ്റെ കൂടെയുള്ള എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം രാവിലത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലെ ഗുരുപൂജയാണ് വെറും ഒരു പാദം കഴുകൽ എന്നൊക്കെ പറഞ്ഞ ഒരു നിലവാരത്തിലേക്ക് രാഷ്ട്രീയക്കാരും, അത് രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കാം, ഞാൻ
പറഞ്ഞോട്ടെ, ഞാനൊരു പാർട്ടിയുടെ അംഗത്വമുള്ള ആളോ ഒരു പാർട്ടിയുടെ വക്താവോ ഒന്നുമല്ല. ഗുരുപൂജയെ പോലെ മഹത്തരമായ ഒരു കർമ്മത്തെ ഇത്രയും നിലവാരം കുറച്ച് ചാനലുകളിലൂടെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഒരു സാധാരണ വീട്ടമ്മ എന്ന നിലയിൽ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. അതിന് പ്രതികരിക്കാൻ എനിക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണിത് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ അതിലെനിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവോ ഒന്നുമല്ല. ഗുരുപൂജ പോലത്തെ ഒരു മഹത്തരമായ കർമ്മത്തെ ഇത്രയും മോശപ്പെട്ട രീതിയിൽ പറയുന്നത് കേട്ടപ്പോൾ കുട്ടിയെ ഒരു ചാനലിൽ പറയുന്നത് കേട്ടു, കുട്ടിയെ ശാസ്ത്രാവബോധം വളർത്തേണ്ട കാലഘട്ടത്തിൽ കുട്ടിയെ പാദസേവ ചെയ്തിട്ടാണോ വളർത്തേണ്ടത്? എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതിൽ ISROയിലെ ഓൾമോസ്റ്റ് സയൻറ്റിസ്റ്റുകളും ഹിന്ദു നാമധാരികളോ അല്ലെങ്കിൽ ഹിന്ദു എന്ന മതവിഭാഗത്തിൽ ഉൾപ്പെട്ടവരോ ആണ്. അവരും ഈ സമ്പ്രദായങ്ങളൊന്നും അറിയാതെ വളർന്നു വന്നവരല്ലല്ലോ. ശാസ്ത്രാവബോധം ഇല്ലാത്തവരാക്കി തീർക്കും എന്നുള്ള ഒരു കാര്യം ഒരു ചാനലിൽ പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ ഇതിൽ കേസെടുത്തു എന്ന് പറയുന്നു. ബാലാവകാശ കമ്മീഷന് കേസെടുക്കാൻ പറ്റിയ എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എത്ര കുട്ടികൾ അരക്ഷിതാവസ്ഥയിൽ ഓരോ വീടുകളിലും കഴിയുന്നുണ്ടായിരിക്കും. ആ കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കുമ്പോഴാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുക്കേണ്ടത്. അതുപോലെ തന്നെ എത്രയോ ആദിവാസി ഊരുകളിൽ ഇന്നും സാർവത്രിക വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ ലഭ്യമായ സംസ്ഥാനമാണെന്ന് പറഞ്ഞ് കേരളം അഭിമാനിക്കുന്നു. എത്രയോ ആദിവാസി ഊരുകളിൽ കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുന്നുണ്ട്. അവരെയൊക്കെ ഏറ്റെടുത്ത് സ്കൂളിൽ കൊണ്ടുവരുമ്പോഴല്ലേ അത് സാർവത്രിക വിദ്യാഭ്യാസമാകുന്നത്. അതുപോലെ തന്നെ പറഞ്ഞു കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിനൊരു മൂല്യമുണ്ട്, അതിനെയൊക്കെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന്. കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് മൂല്യമുണ്ടായിരുന്നു, അത് അംഗീകരിക്കുന്ന ഒരാളുമാണ് ഞാൻ. കേരളത്തിലെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് മൂല്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് സ്കൂളുകൾ പരസ്പരം മത്സരിക്കുന്നത് എന്തിനാണ്? അവരുടെ റിസൾട്ട് മറ്റു സ്കൂളിനേക്കാൾ ഏറ്റവും ടോപ്പറായിരിക്കണം എൻ്റെ സ്കൂൾ എന്ന ആ ഒരു വിദ്യാഭ്യാസ മൂല്യം വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ 99.9% വിജയം എന്നൊക്കെയുള്ളത് അവകാശപ്പെടുന്നത്. ഒരു റാപ്പ് മ്യൂസിക് കണ്ട് തുള്ളുന്ന കുട്ടിയെ എല്ലാ അച്ഛനമ്മമാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരങ്ങളും മൂല്യങ്ങളും പഠിച്ച് വളരുന്ന ഒരു തലമുറയെ കൂടി വാർത്തെടുക്കണമെന്ന് ഭാരതീയ വിദ്യാനികേതനിൽ വിട്ടുപഠിപ്പിക്കുന്ന ഓരോ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നു എങ്കിൽ അതിൽ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ആളുകൾ അതിനെ എങ്ങനെ തെറ്റായി കാണുന്നു. അതൊരു തെറ്റാണ് എന്ന് അവർ പറഞ്ഞു. ആ തെറ്റാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ കുട്ടിയെ വാളെടുത്ത് നീ ഒരാളെ കൊല്ല എന്നല്ല പഠിപ്പിച്ചത്. നിൻ്റെ മുതിർന്നവരെ നീ ബഹുമാനിക്ക്, നിൻ്റെ അച്ഛനമ്മമാരെ ആദ്യം എല്ലാ ഭാരതീയ വിദ്യാനികേതനിൽ പോകുന്ന ഓരോ കുട്ടിയും രാവിലെ എഴുന്നേറ്റാൽ അവൻ്റെ മാതാപിതാക്കളുടെ പാദത്തിൽ സ്പർശിച്ച് അതിന് ശേഷമാണ് അവൻ്റെ ഒരു ദിവസം തുടങ്ങണമെന്ന് പറയുന്നു. അവന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അച്ഛനും അമ്മയും ബഹുമാനിക്കാനുള്ളതാണ്. നമ്മൾ റാപ്പ് മ്യൂസിക്കുകൾ മാത്രം കേട്ട് അതിൽ ഇൻസ്പയറായ ഒരു തലമുറ വരണ്ട എന്ന് പറയുന്നില്ല. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ അത് കേൾക്കട്ടെ. ഗുരുപൂജ ചെയ്യാൻ താല്പര്യമുള്ളവർ ഗുരുപൂജ ചെയ്യട്ടെ. അത് ഒരാളുടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഓരോരുത്തർക്കും ഉള്ള അവകാശമല്ലേ അത്. ഈ വിവാദങ്ങൾ ഇത്രത്തോളം വാർത്താ പ്രാധാന്യം കൊണ്ടുവരാനുള്ള പ്രധാന കാരണം രാഷ്ട്രീയ സ്വയംസേവാ സംഘം പോലെയൊരു സംഘടനയുടെ അത് തഴച്ചു വളരുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്. ഞാൻ പറയുന്നത് വെച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ വിവാദമാക്കാതെ അതിനെ അംഗീകരിക്കുക. അവർ ചെയ്യുന്ന മോശം കാര്യങ്ങളെ എടുത്തിട്ട് നിങ്ങൾക്ക് വിവാദമാക്കാം. അത് അങ്ങനെയുള്ള വിവാദമാക്കുമ്പോൾ അത് തിരുത്താനുള്ള അവസരവും അവർക്ക് തന്നെ കിട്ടും. അത് ഏത് പാർട്ടി ആയാലും, അത് RSS അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്, ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആവട്ടെ, നിങ്ങൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെയാണ് വിമർശിക്കേണ്ടത്. നിങ്ങളൊരു നന്മ ചെയ്താൽ അതിനെ ഒരിക്കലും വിമർശിച്ചിട്ട് ആ നന്മയും കൂടി ഇല്ലാതാക്കി നിങ്ങളുടെ വളർച്ചയെ തടയുന്നത് ജനാധിപത്യത്തിന് നിരക്കുന്നതാണോ എന്നതിനെപ്പറ്റി നമ്മൾ പുനർചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികൾക്ക് എക്സസൈസിൻ്റെ അഭാവം മൂലം സൂംബ ഡാൻസ് പോലെ ഒരു സിസ്റ്റം കൊണ്ടുവരണമെന്ന് വന്നപ്പോൾ ഒരുമാതിരി രാഷ്ട്രീയ പാർട്ടികളൊന്നും അതിനെ എതിർത്തില്ല എന്നാണ്. ചില മത സംഘടനകളോ അങ്ങനെയുള്ളവർക്ക് അതിൽ എതിർപ്പുണ്ട്. അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അവരുടെ കുട്ടിയെ അത് ചെയ്യിപ്പിക്കാതിരിക്കുക. അല്ലാതെ ഓൾമോസ്റ്റ് സംഘടനകളും അതിനെ സഹർഷം സ്വീകരിക്കുകയാണ് ചെയ്തത്. കാരണം വേണ്ടുന്ന കുട്ടികൾക്ക് എക്സസൈസ് ചെയ്യാം. അതുപോലെ ഏത് കാര്യമാണെങ്കിലും നല്ലത് ആര് ചെയ്താലും അതിനെ നല്ലതാണെന്ന് പറയാനുള്ള ഒരു സംസ്കാരം നമ്മളിൽ വളർന്നു വരണം എന്നത് തന്നെയാണ് എൻ്റെ എളിയ അഭിപ്രായം. നന്ദി, നമസ്കാരം.